പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗസ്റ്റ് 7-ാം തീയതി വെള്ളിയാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും കൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ,
പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ, വസ്തു വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട്. മരങ്ങൾ, വൃക്ഷങ്ങൾ വിൽക്കുന്നവരുണ്ട്, മൃഗങ്ങളെ വിൽക്കുന്നവർ വാങ്ങുന്നവരുണ്ട്. ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കമ്പൗണ്ടങ്ങൾ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കുന്നവരുണ്ട്. വാഹന കമ്പോളത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവിടെ എല്ലാ മേഖലകളിലെല്ലാം പ്രയാസമുണ്ട്. കിട്ടാനുള്ള പണം കിട്ടാത്തവരുണ്ട്, കൊടുക്കാൻ പറ്റാത്തവരുണ്ട്, വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒറ്റിക്കൊടുത്തിട്ട് ഒഴിയാത്തവരുണ്ട്, വാടക അടക്കാൻ പറ്റാത്തവരുണ്ട്, വീട് വെക്കാനൊരു സ്ഥലം കാണാത്തവരുണ്ട്, ഇങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷൻ കിട്ടാത്തവരുണ്ട്, വിദേശ ജോലിക്ക് വേണ്ടി ഇതുവരെക്കും അസൈൻമെൻറ്റ് കിട്ടില്ല, കുഞ്ഞുങ്ങളെ പോറ്റാൻ വിഷമിക്കുന്നവരുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ ഹെൽപ്പ് ദോസ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. എല്ലാ തരത്തിലും വേദന അനുഭവിക്കാതെ 1:4 പറഞ്ഞ ഡേയ്സ് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ കൃപാസനത്തിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇവിടെ നടന്ന 10,000-കണക്കിന് ആരാശക്തിയാൽ എൻ്റെ മക്കൾ ഈശോ നാമത്തെ അനുഗ്രഹിക്കപ്പെടുകയും ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഇതില്ല. ഞങ്ങൾ പണ്ട് ഫിലോസഫി പഠിക്കുമല്ല, അച്ഛൻ പട്ടത്തിന് ഫിലോസഫി വേണമല്ലോ. അപ്പോൾ ആദ്യം ഫിലോസഫി പഠിക്കാൻ വേണ്ടി ആലുവശമേരി ചെല്ലും. അപ്പോൾ അവിടെ ജെയിംസ് അച്ഛനുണ്ട്. ജെയിംസ് അച്ഛനാണ് ഫിലോസഫി, പിന്നെ അതിനോട് ബന്ധപ്പെട്ട കുറേ ക്ലാസിക്കൽ ഫിലോസഫിയൊക്കെ പഠിപ്പിക്കണം. അച്ഛൻ പഠിച്ച് ഞാൻ ഇന്ന് ഓർത്തിരിക്കുന്ന സാധനമുണ്ട്. ഹെരാക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ക്ലീറ്റസ് അല്ല, ഹെരാക്ലീറ്റസ്. അത് ഗ്രീക്ക് പേരാണ്. അങ്ങേര് പറഞ്ഞ ഒരു ദാർശനികനാണ്. പുള്ളി പറഞ്ഞത്, വി കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ സെയിം റിവർ ട്വൈസ്. ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നമുക്ക് 2 പ്രാവശ്യം കാലെടുത്ത് വെക്കാൻ പറ്റിയില്ലെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്ക് വിറ്റായിട്ട് തോന്നും. അങ്ങനെ പറഞ്ഞത്, നീ ഒരു കാലെടുത്തൊരു പുഴയിൽ വെച്ചാൽ കാല് വലിക്കുമ്പോൾ ആ പുഴ ഒഴുകി പോയില്ലേ, പിന്നെ അടുത്ത കാല് നീ വെക്കണത് വേറെ പുഴയിലാണെന്നാണ് പുള്ളി പറയണത്. ഇത് എൻ്റെ മനസ്സ് ഉടക്കിയ ഒരു കൊട്ടേഷനാണ്. പക്ഷേ ഈ വചനത്തെ നോക്കുമ്പോഴല്ലോ, നമ്മുടെ ദൈവവചനത്തിലേക്ക് വരുമ്പോഴാണ് ഇതുപോലെയാണ്. വി കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ സെയിം വേർഡ് ട്വൈസ്. നല്ല അനോയിൻറ്റിംഗ് ആയിട്ട് വായിക്കുന്ന ആളാണ്, ദൈവമായിട്ട് ബന്ധമുള്ള ആളാണെങ്കിൽ ഈ നമ്മുടെ ഈ വചനം എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യണത് അതൊരു സ്റ്റെയിനർ പോലൊരു മീഡിയമാണ്. വചനം ഒരു മീഡിയമാണ് ശരിക്കും. ഇപ്പം നമ്മൾ ഓരോ സ്റ്റെയിനറൊക്കെ വാങ്ങിക്കത്തില്ലേ, എന്നിട്ട് നമ്മുടെ അതിൻ്റെ അകത്ത് ചോപ്പ് സ്റ്റെയിനർ ഒരു മീഡിയം വാങ്ങിച്ചിട്ട് പെയിൻറ്റുകാരൊരു മീഡിയം വാങ്ങിക്കത്തില്ല, മീഡിയം പെയിൻറ്റ്. അത് വൈറ്റ് നിറമായിരിക്കും. നമ്മൾക്ക് ചുവപ്പാണ് വേണ്ടത്, നമ്മൾ ചുവപ്പ് സ്റ്റെയിനർ ചേർക്കും. നീലയാണ് വേണ്ടത്, നീല ചേർക്കും. അതുപോലെ വചനം ഒരു ദൈവം ഇൻട്രാക്ട് ചെയ്യുന്നൊരു മീഡിയമാണ് നമ്മളോട്. അപ്പോഴേ ഓരോ ടൈമിലും നമ്മുടെ കാലാവസ്ഥ മാറത്തില്ലേ, അപ്പോൾ നമ്മൾ മാറുന്നുണ്ട്. നമ്മളും ഇങ്ങനെ ടൈമിൽ ഇങ്ങനെ ഇപ്പം ജോസഫച്ചൻ ഇപ്പം ഇന്ന് സെക്കൻഡിലാണെങ്കിൽ അടുത്ത സെക്കൻഡിൽ വേറൊരു ജോസഫച്ചനാണ് വരുന്നത്. ഏതാ ഡയബോളിക് പേഴ്സണാലിറ്റി എന്നല്ല ഈ പറയണത്. നമ്മുടെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ചില ആൾക്കാർ ചില മുറി ഇരുന്ന് കൂട്ടുകാരുമായിട്ട് ഭയങ്കര ചിരിച്ച് മറിഞ്ഞ് ഇരിക്കുന്ന സമയത്തായിരിക്കും ഫോൺ വരണത്. അമ്മയെ വണ്ടി ഇടിച്ച് ആശുപത്രി, കാലാവസ്ഥ മാറില്ലേ. അപ്പോൾ ആ ചിരിച്ച് മറിഞ്ഞ ആളല്ല പിന്നെ ഉള്ളത്. പിന്നെ ഉദ്യോഗമായി, ആകാംക്ഷയായി, സങ്കടമായി, എത്രയും വേഗം അമ്മയെടുത്ത് എത്രയും ആകാംക്ഷയായി. അപ്പം നിങ്ങളിവിടെ സംസാരിച്ചു, ഞാൻ ഇവരോട് പറയാൻ പോലും, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി കെട്ടിയെടുത്ത് കൂടെ വരണത് കാരണം ഇയാൾ ഒറ്റക്ക് പോയി കളയും. അപ്പോൾ കാലാവസ്ഥ ചേഞ്ച് ആവും. മനുഷ്യന്മാരുടെ അവസ്ഥ ഇതാണ്. ഓരോ സെക്കൻഡിലും വേറെ ഒരു മനുഷ്യൻ ജനിച്ചുകൊണ്ടിരിക്കും. പുതിയ കാലാവസ്ഥയും പുതിയ ക്ലൈമറ്റും പുതിയ ഒരു പരിസരവുമായിട്ട് അയാൾ വരികയാണ്. വചനത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം ഈ ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണതിനനുസരിച്ചുകൊണ്ട് ഈ വചനവും ചേഞ്ച് ചെയ്യും. എന്നുവെച്ചാൽ ദൈവമാണല്ലോ വചനം മീഡിയമല്ലേ, ദൈവമല്ല വചനം വെച്ച് നമ്മളോട് സംസാരിക്കണത്. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചുകൊണ്ട് വചനം നമുക്ക് പ്രസക്തമായ ആ സിറ്റുവേഷനിൽ റെലവൻ്റായിട്ട്, അതായത്
സർക്കംസ്റ്റൻഷ്യൽ റെലവൻ്റായിട്ട് മാറും. ആ സാഹചര്യ പ്രസക്തമായിട്ട് ദൈവത്തിന് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാൻ വചനമെന്ന മീഡിയം ദൈവം ഉപയോഗിക്കുക. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞിരിക്കുന്നത്? 2 തിമോത്തി 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുവാൻ അവന് സാധ്യമല്ല. നമ്മളെ ഒരു അവിശ്വസ്ത കാണിച്ചാലും ദൈവം വിശ്വസ്തനായിരിക്കും എന്നാണ് പറയണത്. അപ്പം നിങ്ങൾ ഓർക്കും, ഉടമ്പടി ഇത് കുഴപ്പമില്ല, കർത്താവ് ചെയ്യാനുള്ള ചെയ്യുമില്ല, എന്തിനാണ് ദൈവത്തിന് മുമ്പ് ചുമ്മാ കടക്കാരാകണത്? ഇത് ദൈവം പറഞ്ഞിരിക്കുന്നത് പൗലോസാണിത് പറഞ്ഞിരിക്കുന്നത്. പൗലോസിൻ്റെ വായിൽ നിന്ന് വല്ല പുതിയ നിയമത്തിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ പഴയ നിയമത്തിലെ കാര്യം പറയും. കാര്യം പുള്ളി പഴയ നിയമത്തിലാണ് മിക്കവാറും കൂടാരം അടിച്ച് താമസിക്കുന്നത്. ഭയങ്കര ആപ്ലിക്കേഷൻസൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഫരിസൈക്ക് ആപ്ലിക്കേഷൻസാണ്. പഴയ നിയമത്തിലുണ്ടായിരുന്ന വിശ്വാസത്തെ പുള്ളി കടുകിട വ്യത്യാസമില്ലാതെ പിടിച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പുതിയ പുനർവ്യാഖ്യാനം പുള്ളി ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അതാണ് പുള്ളി, നിങ്ങൾ പരിസയരാണെങ്കിൽ ഞാനും പരിസയരാണെന്നൊക്കെ പുള്ളി പറഞ്ഞ് പരിസയരാണ് വലിയ എന്തോ കേമത്വമാണെന്നുള്ളത് ആ ധാരണ അപ്പോഴും അങ്ങനെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം? ഈ വിശ്വസ്തയെക്കുറിച്ച് പറയുകയാണ്. അത് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അത് ഇവിടുത്തെ കാര്യമാണ്, പഴയ നിയമത്തിലെ കാര്യമാണത്. ഇവർ അവിശ്വസ്തരായിരുന്നല്ല, ഇവരെന്തെല്ലാം പണി കാണിച്ചു അല്ലേ? ഇവരെന്തെല്ലാം പണി കാണിച്ചു? എത്രയോ പ്രാവശ്യം മോശത്തിനെതിരെ വെറുപെറുത്തു. എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഈജിപ്തിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്നെ തട്ടിക്കളയെന്ന് മോശത്തിനോട് കയർത്ത് സംസാരിച്ചു. അങ്ങനെ പല തരത്തിൽ ദൈവത്തോട് അവിശ്വസ്ത കാണിച്ചിട്ടുണ്ട്. പിന്നെ സീനായ് മലമുകളിൽ വെച്ച് ഇയാൾ കൽപ്പനകൾക്ക് അഹറോൻ താമസിച്ചപ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ട് സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. അപ്പോൾ എന്നിട്ടും ദൈവം ഇവരെ വാഗ്ദാന നാടി പ്രാപിച്ചുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന് പഴയ നിയമ പുറപ്പാട് ജീവിതത്തിൽ നിന്ന് എടുത്ത ദൈവത്തിൻ്റെ ഒരു ബ്രാൻഡിങ് ആയിട്ടാണ് അത് പറയണത്. പക്ഷേ നിങ്ങളത് കൃപാസനം ഉടമ്പടിയുമായിട്ട് കണക്ട് ചെയ്യരുത്. എന്താ കാര്യം? പഴയ നിയമത്തിലെ ഉടമ്പടി ദൈവം ഇങ്ങോട്ട് വന്നെടുത്ത ഉടമ്പടിയാണ്. മനസ്സിലായ? കൃപാസന ഉടമ്പടി ദൈവം ഇങ്ങോട്ട് വന്നെടുത്ത ഉടമ്പടിയല്ല, നിങ്ങൾ അങ്ങോട്ട് ചെന്നെടുത്ത ഉടമ്പടിയാണ്. തെറ്റിക്കരുത്. വണ്ടിയും ട്രെയിനും പ്ലെയിനൊക്കെ പിടിച്ച് കൃപാസനത്തിൽ വന്നെടുത്ത ഉടമ്പടിയാണ്. അപ്പം നിങ്ങൾ അവിശ്വസ്തരാകേണ്ട കാര്യമില്ല. അവിടെ ദൈവം ഇനിഷ്യേറ്റീവ് എടുത്താണെങ്കിൽ നമ്മൾ അവിശ്വസ്തരെ എടുത്താലും ഏകപക്ഷീയമായിട്ട് ദൈവം വിശ്വസ്തനായിരിക്കും. ഇതിൽ ദൈവം നമ്മളെ കൃപാസന ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം, ആയിരിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്തെടുത്തിരിക്കുന്ന ഉടമ്പടി കൊണ്ട് ഇതിൻ്റെ ബാധ്യത 10% നമുക്കാണ്. എന്താണ്? നമ്മൾ വിശ്വസ്തരായിരിക്കും എന്നുള്ളത്. അപ്പോൾ വിശ്വാസത്തേക്കാൾ വലുതാണ് അവിടെ വരുന്ന എന്താണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സഫറിങ് ഫെയ്ത്താണ് വിശ്വസ്തത എന്ന് പറയും. സഫറിങ് ഫെയ്ത്ത്. ഞാൻ പണ്ട് സർവൈവിങ് ഫെയ്ത്താണ് നിങ്ങളോട് പറയുമായിരുന്നു. ഇപ്പം ഞാൻ നിങ്ങളോട് പറയണത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയണത് വാട്ട് ഈസ് ഫിഡലിറ്റി? ഇറ്റ് ഈസ് സഫറിങ് ഫെയ്ത്ത്. ഒരു മനുഷ്യൻ വിശ്വാസത്തെ പ്രതി അനുഭവിക്കുന്ന സങ്കടങ്ങൾ എന്നിട്ടും വിശ്വാസം വിട്ടുമാറാതെ അവൻ നിൽക്കണത്, അതാണ് വിശ്വസ്തത എന്ന് പറയണത്. ആ വിശ്വസ്തത ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.